പിതാവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു മകൻ രാമേശ്വരത്ത് നിന്ന് അയോധ്യയിലേക്ക് കാൽനട യാത്ര തിരിച്ചു. അതും വെറും കൈയോടെയല്ല, ശ്രീരാമന് സമർപ്പിക്കാനായി സ്വർണ്ണപ്പാതുകം തലയിലേറ്റിയാണ് ഈ കാൽനടയാത്ര. വളരെ വിചിത്രമാണെങ്കിൽ കൂടി തന്റെ പിതാവിന്റെ ആഗ്രഹം നിറവേറ്റാനാണ് ശ്രീരാമന് സമർപ്പിക്കാനായി സ്വർണ്ണപ്പാതുകവുമായി ചല്ല ശ്രീനിവാസ് ശാസ്ത്രി എന്ന 64-കാരൻ അയോധ്യയിലേക്ക് കാൽനട യാത്ര തിരിച്ചത്. ഇപ്പോൾ ഈ യാത്ര ഉത്തർപ്രദേശിലെ ചിത്രകൂടത്തിൽ എത്തി നിൽക്കെയാണ്. ഒരു കാലത്ത് കർസേവകനായിരുന്ന പിതാവിന്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ കൂടിയാണ് സ്വർണ്ണപ്പാതുകം തലയിലേറ്റി മറ്റ് 5 പേർക്കൊപ്പം ശ്രീനിവാസൻ യാത്ര തിരിച്ചത്. വനവാസകാലത്ത് ശ്രീരാമൻ സഞ്ചരിച്ച അയോധ്യ രാമേശ്വരം പാതയിലൂടെ സഞ്ചരിക്കുകയാണ് ശ്രീനിവാസ്. മുൻ ആദായനികുതി ഉദ്യോഗസ്ഥൻ കൂടിയ ഡോക്ടർ രാമവതാർ 15 വർഷം പഠനം നടത്തിയാണ് ശ്രീരാമൻ സഞ്ചരിച്ച പാത കണ്ടെത്തിയതെന്നാണ് ശ്രീനിവാസ് പറയുന്നത്. ജൂലൈ 20-ന് തുടങ്ങിയ കാൽനടയാത്ര ഒഡീഷയിലെ പുരി, മഹാരാഷ്ട്രയിലെ ത്രയംബക്, ഗുജറാത്തിലെ ദ്വാരക് എന്നീ പ്രധാന സ്ഥലങ്ങളിലൂടെ 8000 കിലോമീറ്റർ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. പഞ്ചലോഹത്തിൽ 65 ലക്ഷം രൂപ മുടക്കിയാണ് പാതുകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമകളിൽ സൗണ്ട് എഞ്ചിനീയർ ശ്രീനിവാസ് ശിഷ്ടകാലം അയോധ്യയിൽ താമസിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അയോധ്യയിലേക്ക് സീതാക്ഷേത്രം വക 1100 സമ്മാനപ്പൊതികൾ നേപ്പാളിലെ ജനക്പൂർ സീതാക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ 1100 സമ്മാനപ്പൊതികളുമായിട്ട് തീർത്ഥാടക സംഘം യാത്ര തിരിച്ചു. സ്വർണ്ണ അമ്പുകളും വില്ലുകളും ആടയാഭരണങ്ങളും മധുരപലഹാരങ്ങളും അടങ്ങിയ പൊതികളാണ് ഈ സമ്മാനപ്പൊതികളായുള്ളത്. 100 വാഹനങ്ങളിലായിട്ടാണ് തീർത്ഥാടക സംഘം ഇപ്പോൾ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലെ ജനകപൂർ സീതാക്ഷേത്ര പ്രതിനിധികളും പങ്കെടുക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സീതാദേവിയുടെ പിതാവ് ജനക മഹാരാജാവ് ശ്രീരാമനും സീതയ്ക്കുമായി കൊടുത്തയക്കുന്നു എന്നത് സങ്കല്പത്തിലാണ് ഇപ്പോൾ സമ്മാന പൊതികൾ ഇവിടേക്ക് എത്തുന്നത്. സീതാദേവിക്ക് അഭയം നൽകാൻ വാൽമീകി ആശ്രമം നേപ്പാൾ അതിർത്തിക്കുള്ളിലെ ചമ്പാരൻ വനമേഖലയിൽ എന്നാണ് വിശ്വസിക്കുന്നത്. അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് സമാപിക്കുന്നതിന് പിന്നാലെ ഉത്തർപ്രദേശിലേക്ക് ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും ഒക്കെ കുത്തൊഴുക്കായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ നാളിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. മെച്ചപ്പെട്ട വ്യോമ റെയിൽ റോഡ് കണക്ടിവിറ്റികൾക്കൊപ്പം തന്നെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കാര്യത്തിലും അയോധ്യ പുരോഗതിക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ എത്തുമെന്നത് ഉറപ്പായിരിക്കുന്നു. ജനുവരി 22-ന് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാകുന്നതോടെ അയോധ്യയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ഷേത്രം തുറന്ന് 1 മാസം പിന്നിടുമ്പോൾ ഏകദേശം 3 മുതൽ 5 ലക്ഷം സന്ദർശകർ ദിവസവും എത്തുമെന്നാണ് അയോധ്യ വികസന അതോറിറ്റി പ്രതീക്ഷിക്കുന്നത്. 2024-ൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും വികസന പ്രവർത്തനങ്ങളും ഒക്കെ പൂർത്തിയാകുമ്പോൾ നഗരത്തിലേക്കുള്ള ടൂറിസം 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പറയുന്നത്. 2022-ൽ 8342.7 വാർഷിക ടൂറിസം വളർച്ചയുമായി അവിശ്വസനീയമായി നാഴികക്കല്ല് ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പ് അടയാളപ്പെടുത്തിയിരുന്നു. 2.36 കോടി ഇന്ത്യക്കാരും 1465 വിദേശീയരും 2022-ൽ അയോധ്യ ജില്ല സന്ദർശിച്ചു. 2021-ൽ 1.73 ലക്ഷം ആഭ്യന്തര സന്ദർശകരും വിദേശ സന്ദർശകരുമായിരുന്നു. ഏകദേശം 30 ലക്ഷം ഭക്തരാണ് ഇതിനോടകം തന്നെ അയോധ്യ സന്ദർശിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023-ലെ ആദ്യ ദിനത്തിൽ 50 ലക്ഷത്തോളം സന്ദർശകരെ നിയന്ത്രിക്കാൻ അയോധ്യ പോലീസ് തയ്യാറായി കഴിഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ അയോധ്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ ഫലമായി അയോധ്യ ജില്ലയിലെ പ്രദേശവാസികളും പുതിയ തൊഴിൽ സാധ്യതകളൊക്കെ കണ്ടെത്തുന്നു. അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് സമാപിക്കുന്നതിന് പിന്നാലെ ഉത്തർപ്രദേശിലേക്ക് ഭക്തരുടെയും വിനോദസഞ്ചാരികളുടെയും ഒക്കെ കുത്തൊഴുക്കായിരിക്കുമെന്നാണ് വിവരങ്ങൾ. അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും ഒക്കെ ഉദ്ഘാടനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മെച്ചപ്പെട്ട വ്യോമ റെയിൽ റോഡ് കണക്ടിവിറ്റിക്കൊപ്പം തന്നെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കാര്യത്തിലും അയോധ്യ പുരോഗതിക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിനോദസഞ്ചാരികൾ വളരെ വലിയ തരത്തിൽ തന്നെ എത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.